ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഒബ്സ്റ്റെട്രിക് സ്കാൻ റിപ്പോർട്ടും അതുപോലെ തന്നെ NT സ്കാനിൻ്റെയും റിപ്പോർട്ടുകളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലത്തെ ഫയൽ കേട്ടോ. ഞാൻ സേവന ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, പട്ടാമ്പിയാണ് കേട്ടോ. ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ടുകളാണ്. ഇതിലിപ്പോൾ സ്കാനിങ്ങിൻ്റെയാണ്, അതൊക്കെ നോർമലാണ് കേട്ടോ. ബ്ലഡ് റിസൾട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്കാൻ റിപ്പോർട്ട് ആണ് കേട്ടോ. 2-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിങ് ആണ് അത്. നമ്മുടെ ബേബി യൂട്രസിൽ തന്നെ അല്ലേ ഉണ്ടായിക്കണ്, അതുപോലെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാൻ റിപ്പോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ മുകളിൽ തന്നെ നമ്മുടെ പേര്, ഡോക്ടറിൻ്റെ പേര്, പിന്നെ നമ്മുടെ ലാസ്റ്റ് മെൻസസ് ആയ ഡേറ്റ് ആണിത്, മാർച്ച് 30, 2024. ഇത് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഈ LMB പ്രകാരം ലാസ്റ്റ് നമ്മുടെ മെൻസസ് ആയ ഡേറ്റ് പ്രകാരമുള്ള എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജനുവരി 4, 2025 ആണ് ഇതിലുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ വയസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു LMB പ്രകാരമുള്ള നമുക്ക് 8 വീക്സും 4 ഡേയ്സുമാണ് ആയിട്ടുള്ളത്. മെൻസസിൻ്റെ ആ ഡേറ്റ് പ്രകാരം നമുക്ക് ഇത്രയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമ്മുടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഇൻട്രായൂട്ടറിൻ പറഞ്ഞാൽ നമ്മളെ ഒരു കുട്ടിയാണെന്നുള്ളതാണ് കേട്ടോ. ഇരട്ട കുട്ടികളെന്നല്ല, ഒറ്റ സിംഗിളായിട്ടുള്ള കുട്ടിയാണെന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ ബേബിയുടെ വളർച്ചയാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ കണ്ടോ, LMB പ്രകാരം നമുക്ക് 8 വീക്സും അതുപോലെ തന്നെ 4 ഡേയ്സ് ആയിട്ടുണ്ട്. പക്ഷേ വളർച്ച എന്ന് പറയുമ്പോൾ 8 വീക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. 0 ഡേയ്സ്, 8 വീക്സും 0 ഡേയ്സാണ് ഇതിൽ വളർച്ച കാണിക്കുന്നത്. അതുപോലെ ഫെറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പം 171 ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഇപ്പോൾ ഈ 2-ാമത്തെ മാസത്തിലൊക്കെ തുടങ്ങുമ്പോൾ ഇത്രയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, പിന്നെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് കുറയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 171 ആണ് ഹാർട്ട് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വളർച്ച പറഞ്ഞല്ലോ, കുട്ടിയുടെ ഈ വളർച്ച അതിപ്രകാരമുള്ള എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ബൈ USG എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് 8-ാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത്. ജനുവരി 8 ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, 8 വീക്സും 4 ഡേയ്സാണ് LMB പ്രകാരം. അതിൽ വളർച്ച 8 വീക്സ് മാത്രമേ ഉള്ളൂ, 4 ഡേയ്സ് ഇല്ല. അപ്പോൾ 4 ഡേയ്സ് അവിടെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഡെലിവറിക്ക് ഒരു 4 ദിവസം കൂടിയും കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ സെർവിക്കൽ ലെങ്ത്ത് അതൊക്കെ നോർമലാണ്. പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സിംഗിൾ ലൈവ് ഇൻട്രായൂട്ടറിൻ ജസ്റ്റേഷൻ 8 വീക്സിനുള്ള ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 12 to 40 വീക്സിൽ NT സ്കാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ബേബിയുടെ സ്കാൻ ചെയ്തതിൻ്റെതും കിട്ടും. ഇത് വലിയ ക്ലിയർ ഒന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹെഡിൻ്റെ ഭാഗവും താഴ്ഭാഗവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. ഇത് സെയിം ഡോക്ടർ വേറൊരു ലാബിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലാബിൽ ചെയ്തതാണ് 2-ാമത്തെ നമ്മുടെ NT സ്കാൻ കേട്ടോ. ഇതിൽ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്ലിയറും ഫോട്ടോസൊക്കെ ഒന്നുകൂടി ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ LMB ഒക്കെ കൊടുത്തിട്ടുണ്ട്. 12 വീക്സും 5 ഡേയ്സും ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു NT സ്കാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിലും കണ്ടോ 12 വീക്സ് 4 ഡേയ്സ്, പിന്നെ കുറേയൊക്കെ ഒരുപോലെ ഏകദേശം ആയിട്ടുണ്ട്. 1 ഡേയ്സിൻ്റെ കുറവേ ഉള്ളൂ. അതൊന്നും കുഴപ്പമുള്ളതല്ല. 1 ഡേയ്സ് ഒക്കെ അല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുന്നതാണ്. പിന്നെ ഇതിൽ വന്നപ്പോഴേക്കും നമ്മുടെ FHR 148 ആയിട്ടോ. മറ്റേ 171 ആയിരുന്നു, ഇപ്പത്തിന് 148 ആയി. പിന്നെ ഈ NT സ്കാൻ നമ്മൾ നോക്കുന്നത് ഈ നാസൽ ബോണും ഈ ന്യൂച്ചൽ ട്രാൻസ്ലൻസി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, ഈ 2 സംഭവം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ NT സ്കാൻ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലാണ്.
പ്ലാസൻ്റ പോസ്റ്റീരിയർ എക്സ്പെക്റ്റഡ് ഡേറ്റ് ബൈ, ഇപ്പോൾ അതിൽ കണ്ടോ ഒരു ദിവസത്തെ കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 ജനുവരി 5 ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൽ. നമ്മുടെ വളർച്ച പ്രകാരമുള്ള ഡെലിവറി ഡേറ്റ്. പിന്നെ സെർവിക്കൽ ലെങ്ത്ത് 4.4 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ലൈവ് ഇൻട്രാ യൂട്രറിൻ ജസ്റ്റേഷൻ അബൌട്ട് 12 വീക്സ് 4 ഡേയ്സ്. എന്നിട്ട് പിന്നെ 20-22 വീക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അനോമലി സ്കാനിങ്ങിനും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനോമലി സ്കാനിങ് എൻ്റെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം 2 സ്കാനിങ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 5-ാം മാസമാണ്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്കത് സ്കാൻ ചെയ്തിട്ട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്കാനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഈ ലാബിൽ നിന്ന് ചെയ്തതിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ നമുക്ക് കാണിച്ചിരുന്നു, നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കണ്ടോ, ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ബേബിയുടെ ഹെഡും താഴ്ഭാഗങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. കാലും ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പിന്നെ ബ്ലഡിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെ ഡോക്ടർ എഴുതുന്നതാണ് കേട്ടോ. LMB മാർച്ച് 30. പിന്നെ നമുക്ക് എത്ര മക്കളുണ്ട് എന്നുള്ള 6 ഇയേഴ്സും 3 ഇയേഴ്സും അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സിൻ്റെ ഒക്കെ കഴിക്കാനായിട്ടുള്ളത് അത്. പിന്നെ ഇത് സ്കാനിങ്ങിനൊക്കെ നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിന് എഴുതി തന്നതാണ് കേട്ടോ. അതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ 50 കിലോ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ. അതുപോലെ BPയും ഇവിടെ എഴുതിയിട്ടുണ്ട്. 100/60 BP എഴുതിയിട്ടുണ്ട്. പിന്നത്തെ സ്കാനിങ്ങിലും BP സെയിം തന്നെയാണ്, 50 കിലോ തന്നെയാണ് സെയിം. പിന്നത്തേൽ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ വേറെ ഡോക്ടർ തന്നെ വേറെ ക്ലിനിക്കിൽ പോയി കാണിച്ചതാണ്. അന്ന് വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായില്ല, BP നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 5-ാം മാസത്ത് പോയപ്പോൾ 54 കിലോ ആയിട്ടുള്ളത്. 4 കിലോനാണ് കൂടിയിട്ടുള്ളത് കേട്ടോ. അത്രയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. പിന്നെ നമ്മുടെ അനോമലി സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്, 3-ാമത് സ്കാൻ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അത് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫയലിലുള്ളത് കേട്ടോ.